അമ്മ മാതാവിനും തിരുക്കുമാരനും 1000 നന്ദി. എൻ്റെ പേര് ടാനിയ. ഞങ്ങൾ എറണാകുളം ജില്ലയിൽ വരാപ്പുഴയിൽ നിന്ന് വരുന്നു. ഇതെൻ്റെ അമ്മ ഷിബ സാബു. അമ്മയാണ് ഇവിടെ ഉടമ്പടി എടുത്തിരിക്കുന്നത്. ഞാൻ ഇവിടെ ഉടമ്പടി എടുക്കാനുണ്ടായ കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, അമ്മയുടെ ഒരു പറമ്പ് കുറേ വർഷങ്ങളായിട്ട് വിൽക്കാനായിട്ട് നോക്കിയിട്ട് ഇത് വിറ്റ് പോകണുണ്ടായിരുന്നില്ല. അത് കഴിഞ്ഞ് അമ്മ ഇവിടെ വന്ന് 2023 സെപ്റ്റംബർ 13 ഉടമ്പടി എടുക്കുകയും ഉടമ്പടിയിലൂടെ കിട്ടിയ ഉപ്പ് പറമ്പിൽ കൊണ്ടുപോയി വിതറുകയും ചെയ്തു. അത് കഴിഞ്ഞ് മുട്ടിപ്പായിട്ട് പ്രാർത്ഥിക്കുകയും ചെയ്തതിൻ്റെ ഫലമായിട്ട് ആ പറമ്പ് വിറ്റ് പോവുകയും ആ സമയത്ത് ഒരു പറമ്പ് കച്ചവടം നടക്കുന്നുണ്ടായിരുന്നില്ല. പക്ഷേ അമ്മയുടെ പറമ്പ് വിറ്റ് പോവുകയും ഞങ്ങൾ പ്രതീക്ഷിച്ചാലും കൂടുതൽ പൈസ കിട്ടുകയും ചെയ്തു. ഇതാണ് ഒന്നാമത്തെ സാക്ഷ്യം. രണ്ടാമത്തെ സാക്ഷ്യം, ഞാൻ 2 വർഷമായിട്ട് പുറത്തേക്ക് ഉപരിപഠനത്തിനായിട്ട് പോകാനായിട്ട് നോക്കുകയായിരുന്നു. 2023 ഞാൻ പുറത്തേക്ക് പോകാനായിട്ട് നോക്കിയത്. ഫസ്റ്റ് ഞാൻ ഫ്രാൻസ് എന്ന് പറഞ്ഞ കൺട്രിയാണ് നോക്കി വെച്ചത്. സാമ്പത്തിക ബുദ്ധിമുട്ട് കാരണവും പിന്നെ യൂണിവേഴ്സിറ്റിയിലെ ക്ലാസ്സിൻ്റെ സമയം കാരണവും ഞാൻ ആ കൺട്രി ഉപേക്ഷിച്ചു. അതിനുശേഷം എൻ്റെ ഒരു ഫ്രണ്ട് വഴിയാണ് ഞാൻ സ്ലൊവേനിയ എന്ന കൺട്രീനെ കുറിച്ച് കേട്ടത്. ഞാൻ ആ കൺട്രിയിൽ ഏജൻസി വഴി ആപ്ലിക്കേഷൻ കൊടുക്കുകയും യൂണിവേഴ്സിറ്റിയുടെ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യുകയും ചെയ്തിരുന്നു. ഇൻ്റർവ്യൂ ഞാൻ പാസ്സായി. ഓഫർ ലെറ്റർ എനിക്ക് വരികയും ചെയ്തു. 2024 ജൂണിനുള്ളിൽ ഞങ്ങൾക്ക് കയറിപ്പോകാൻ പറ്റുമെന്നായിരുന്നു ഏജൻസി പറഞ്ഞിരുന്നത്. പക്ഷേ ഇൻ്റർവ്യൂ കഴിഞ്ഞിട്ടും ജൂണായിട്ടും ഒരു അനക്കവും എൻ്റെ ആ ഇൻ്റർവ്യൂവിന് ശേഷം നടന്നിട്ടില്ല. അതിനുശേഷം അമ്മ ഇവിടെ വന്ന് അമ്മയുടെ ഉടമ്പടി പുതുക്കുന്ന സമയത്ത് എൻ്റെ കാര്യം വെച്ച് പ്രാർത്ഥിക്കുകയും ചെയ്തു. ഉടമ്പടിയിൽ ഞാൻ പുറത്തേക്ക് പോണ കാര്യം ശരിയാകണമെന്ന് അമ്മ ഉടമ്പടിയിൽ വെച്ച് പ്രാർത്ഥിച്ചു. അതിൻ്റെ ഫലമായിട്ട് സെപ്റ്റംബർ 30 എനിക്ക് TRPയുടെ ഇൻ്റർവ്യൂ ഡേറ്റ് വന്നു. അത് ഡൽഹിയിൽ വെച്ചായിരുന്നു. ആ സമയത്ത് ഭയങ്കര ടെൻഷനായിരുന്നു. കാരണം 2000 പിള്ളേർ ഒന്നിച്ച് ഈ സ്ലൊവേനിയയിലേക്ക് കയറുന്ന കാരണം അവർ ഇൻ്റർവ്യൂ വെച്ചു. ഇൻ്റർവ്യൂ ഇല്ലെന്നായിരുന്നു ഞങ്ങളോട് ആദ്യം ഏജൻസി പറഞ്ഞിരുന്നത്. പക്ഷേ ആ ഇൻ്റർവ്യൂ വെച്ചു. ആ ഇൻ്റർവ്യൂവിൽ 2000 പിള്ളേരിൽ നിന്ന് 4 പിള്ളേരെയാണ് സെലക്ട് ചെയ്തത്. ആ 4 പിള്ളേരിൽ ഒരാൾ ഞാനായിരുന്നു. എനിക്ക് അത്യാവശ്യം നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു. ഞാൻ കരയായിരുന്നു. എനിക്ക് ഇൻ്റർവ്യൂ ഉണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ അമ്മ എന്നോട് പറഞ്ഞു, നീ പേടിക്കേണ്ട, മാതാവ് എന്തെങ്കിലും നല്ലതൊന്നും വിചാരിക്കാണ്ട് നിനക്ക് ഇൻ്റർവ്യൂ വെക്കൂല. ചിലപ്പോൾ നിൻ്റെ കോൺഫിഡൻസ് ഒക്കെ ഒന്ന് കൂട്ടാൻ വേണ്ടിയിട്ടായിരിക്കും നിനക്ക് ആ ഇൻ്റർവ്യൂ നിനക്ക് വെച്ചത്. അമ്മ മാതാവിനെ വിളിച്ച് പ്രാർത്ഥിച്ചു. ഞാൻ അമ്മയുടെ കൂടെ ഇരുന്ന് സാക്ഷിയൊക്കെ കേൾക്കുമായിരുന്നു. അമ്മ ഇവിടെ വന്ന് പ്രാർത്ഥിക്കുകയും ചെയ്തു. ഞാൻ ഇൻ്റർവ്യൂവിന് പോണതിന് മുന്നേ ഇവിടെ വന്ന് പ്രാർത്ഥിക്കുകയും ചെയ്തു. സെപ്റ്റംബർ 30 എൻ്റെ ഇൻ്റർവ്യൂവിൻ്റെ ദിവസം അമ്മ ഇവിടെ വന്ന് നല്ലോണം പ്രാർത്ഥിച്ചു. അപ്പോൾ ഞാൻ ഫസ്റ്റ് എൻ്റെ ബയോമെട്രിക്സ് കഴിഞ്ഞു. അത് കഴിഞ്ഞപ്പോൾ അവിടുത്തെ കാൻഡിഡേറ്റ്സൊക്കെ പറഞ്ഞു, ഞങ്ങളുടെ ഇൻ്റർവ്യൂവർ ഭയങ്കര കർക്കശക്കാരനാണ്, ഭയങ്കര സ്ട്രിക്റ്റാണ് എന്ന് പറഞ്ഞു. അപ്പോൾ ഞാനത് എൻ്റെ അമ്മനെ ആ സ്പോട്ടിൽ വിളിച്ച് പറഞ്ഞു. അപ്പോൾ അമ്മ പറഞ്ഞു, നീ പേടിക്കേണ്ട, മാതാവല്ലേ കൂടെ ഉള്ളതെന്ന് പറഞ്ഞു. അപ്പോൾ അമ്മ എന്നോട് പറഞ്ഞിട്ടുണ്ട്, ഇൻ്റർവ്യൂവിന് പോണതിന് മുന്നേ ഉപ്പ് കഴിക്കണം, കഴിച്ചിട്ട് പോകണം. പിന്നെ ഇവിടുന്ന് കിട്ടുന്ന ഒരു ചെറിയ കാശ് രൂപം എനിക്ക് മേടിച്ച് തന്നിട്ടുണ്ടായിരുന്നു. ആ കാശ് രൂപം ഞാൻ കയ്യിൽ വെച്ചിട്ട് ഞാൻ ഇൻ്റർവ്യൂവിന് കയറി. ഇൻ്റർവ്യൂ പാടായിരുന്നു എനിക്ക്. സാറ് ഞാൻ പറയുന്നതിന് എൻ്റെ ആൻസർ ഫുള്ളാക്കാനൊന്നും സമ്മതിക്കുന്നുണ്ടായിരുന്നില്ല. പകുതിക്ക് വെച്ച് നിർത്തും. അത് കഴിഞ്ഞ് ഒരു പേപ്പർ സൈൻ ചെയ്യിപ്പിച്ചിട്ട് ഇറക്കി വിടാണ് ചെയ്തത്. അത് കഴിഞ്ഞ് അത് എന്ത് പേപ്പറാണെന്ന് പോലും ഞങ്ങൾക്ക് അറിയില്ലായിരുന്നു. അത് കഴിഞ്ഞ് ഇൻ്റർവ്യൂ കഴിഞ്ഞപ്പോൾ ഞാൻ ആകെ കരഞ്ഞാണ് ഹോളിന് പുറത്ത് വന്നത്. അപ്പോൾ തന്നെ അമ്മനെ വിളിച്ച് പറഞ്ഞപ്പോൾ അമ്മ പറഞ്ഞു, പേടിക്കേണ്ട, മാതാവല്ലേ കൂടി ഉള്ളതെന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ് ഞാൻ വീട്ടിലെത്തി. 3 മാസത്തിനുള്ളിൽ റിസൾട്ട് വരുമെന്നാണ് പറഞ്ഞത്. സെപ്റ്റംബർ കഴിഞ്ഞു, ഒക്ടോബർ നവംബർ ആയിട്ടൊന്നും റിസൾട്ട് വന്നില്ല. അതിന് ഡിസംബറിലായപ്പോഴേക്കും ഡിസംബർ 20 അവർക്ക് വെക്കേഷൻ തുടങ്ങും. വെക്കേഷൻ തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ ജാനുവരി ആവും. അത് പിന്നെയും നീണ്ടു പോകും. അപ്പം അമ്മ ഇവിടെ വന്ന് പിന്നെയും മുട്ടിപ്പായിട്ട് പ്രാർത്ഥിച്ചു, എന്നെയും കൊണ്ടുവരും. ഞങ്ങൾ ഇവിടെ വന്ന് മുട്ടിപ്പായിട്ട് പ്രാർത്ഥിച്ചു. അത് കഴിഞ്ഞിട്ട് ഇവിടെ അമ്മ എന്നോട് പറഞ്ഞു, സെപ്റ്റംബർ 20 മുമ്പായിട്ട് എന്തായാലും നിൻ്റെ TRPയുടെ കളക്ഷൻ ഡേറ്റ് വരും എന്ന് പറഞ്ഞു. എനിക്ക് വലിയ ഉറപ്പുണ്ടായിരുന്നില്ല. പക്ഷെ അമ്മ പറയണ കേട്ടപ്പോൾ എനിക്ക് ഓക്കെ, വിശ്വാസമായി. ഞാനും അത് വിശ്വസിച്ചു. ഞങ്ങൾ സെപ്റ്റംബർ 17 ഇവിടെ വന്ന് പ്രാർത്ഥിച്ചു. വീട്ടിൽ ചെന്ന് വൈകുന്നേരമായപ്പോൾ എന്നെ ഏജൻസിയിൽ നിന്ന് വിളിച്ചു. എൻ്റെ TRP പോസിറ്റീവാണെന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ് സെപ്റ്റംബർ 20 എനിക്ക്
ഒഫീഷ്യൽ മെയിൽ വന്നു എംബസിയിൽ നിന്ന്. എൻ്റെ TRP കളക്ഷൻ ഡേറ്റ് ജാനുവരി 17 കളക്ഷൻ ഡേറ്റിന് വരണം എന്ന് പറഞ്ഞിട്ട്. ഇതെനിക്കൊരു വലിയ അനുഗ്രഹമായിട്ടാണ് മാതാവ് തന്നത്. ഞാൻ ഈ ഫെബ്രുവരി 11 ചൊവ്വാഴ്ച സ്ലോവേനിയയിലേക്ക് പോവാണ്. കാരുണ്യപ്രവർത്തികളും പ്രേക്ഷിത പ്രവർത്തനങ്ങളും കാരുണ്യപ്രവർത്തികളും ഞാനിവിടെ നിന്ന് പത്രം വാങ്ങിച്ച് ബസ് സ്റ്റാൻഡിലും പള്ളികളിലും കൊണ്ടുപോയി കൊടുക്കും. പിന്നെ അനാഥാലയത്തിൽ എല്ലാ മാസവും ഫുഡ് ഞങ്ങൾ വീട്ടിൽ നിന്ന് പാകം ചെയ്ത് കൊണ്ടുപോയി കൊടുക്കും. പിന്നെ സാമ്പത്തികമായിട്ട് വന്ന് ചോദിക്കുന്നവർക്കൊക്കെ നമ്മളിൽ കഴിയുന്നതും സാമ്പത്തികമായിട്ടെല്ലാം കൊടുക്കും, അവരെ സഹായിക്കും. ഇത്രയും അനുഗ്രഹങ്ങൾ ചെയ്തു തന്ന അമ്മ മാതാവിനും എല്ലാവർക്കും നന്ദി പറയുന്നു. അതുതന്നെ ആത്മീയമായിട്ട് കൂടുതൽ വളരുവാനും കൊന്തെത്തിച്ച് പ്രാർത്ഥിക്കുവാനും ബൈബിൾ വായിക്കുവാനും കുർബാന ഉൾക്കൊണ്ട് അത് സജീവമായി ഉൾക്കൊണ്ട് പോകുവാനും ദൈവം എന്നെ അനുഗ്രഹിച്ചു. അതിനായിട്ട് ഒത്തിരി നന്ദി പറയുന്നു. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. 2 കൊരിന്തോസ് 6:2 സ്വീകാര്യമായ സമയത്ത് ഞാൻ നിൻ്റെ പ്രാർത്ഥന കേട്ടു, രക്ഷയുടെ ദിവസത്തിൽ ഞാൻ നിന്നെ സഹായിക്കുകയും ചെയ്തു. ഇതാ ഇപ്പോൾ സ്വീകാര്യമായ സമയം, ഇതാ ഇപ്പോൾ രക്ഷയുടെ ദിവസം. ഷീബ സാബു എന്ന സഹോദരിയും മകളും വലിയ സന്തോഷത്തോടു കൂടി പരിശുദ്ധമ്മയുടെ തിരുനടയിൽ കുടുംബത്തിന് ലഭിച്ച വിവിധ നന്മകളെ സന്തോഷത്തോടെ ഏറ്റുപറയുകയാണ്. കുറേ നാളായി ഒരു സ്ഥലം വിറ്റുപോകാൻ വേണ്ടി കുടുംബം പരിശ്രമിക്കുന്നു. അതിൻ്റെ എല്ലാ തടസ്സങ്ങളും മാറി വേഗം വിറ്റുപോകുവാൻ ഉടമ്പടിയെടുത്ത് പ്രാർത്ഥിച്ചതിലൂടെ കുടുംബത്തിന് സാധിച്ചതിനെ സാക്ഷ്യപ്പെടുത്തുന്നു. അതിലൂടെ കടബാധ്യതകൾ മാറ്റുവാൻ, ലോൺ തിരികെ അടക്കുവാൻ സാധിച്ചതിനെ കുടുംബം സന്തോഷത്തോടെ സാക്ഷ്യപ്പെടുത്തുന്നു. 2 വർഷത്തോളമായി മകൾ ഏറെ ആഗ്രഹത്തോടു കൂടി ഒരു വിദേശ രാജ്യത്തുള്ള പഠനത്തിന് വേണ്ടി പരിശ്രമിക്കുന്നുണ്ടായിരുന്നു. അതാദ്യം ഫ്രാൻസ് ഉദ്ദേശിച്ചു, കുറേ നാൾ പരിശ്രമിച്ചു, അത് സഫലമായില്ല. പിന്നീടാണ് സ്ലോവാക്യ എന്ന രാജ്യത്തെക്കുറിച്ച് കേൾക്കുന്നതും അതിൻ്റെ പ്രൊസീജിയർ മുന്നോട്ട് കൊണ്ടുപോകുന്നതും. ആ നാളുകളിൽ അമ്മയാണ് മോളോട് പറയുന്നത് ഉടമ്പടി ചേർന്ന് പ്രാർത്ഥിക്കുവാനായിട്ട്. അമ്മയുടെ ഉടമ്പടിയിൽ മകൾ ചേർന്ന് പ്രാർത്ഥിക്കുന്നുണ്ട്. ആദ്യത്തെ കാര്യങ്ങൾ നന്നായി മുന്നോട്ട് പോയെങ്കിലും പിന്നീട് ഒരു ടൈം ലാഗ് വരുന്നതാണ് മകളെ സാക്ഷ്യപ്പെടുത്തുന്നത്. ടൈം ലാഗ് വന്നിരുന്ന നാളുകളിൽ വീണ്ടും തീഷ്ണമായി പരിശുദ്ധമ്മയുടെ സവിധത്തിലേക്ക് ജീവിതത്തിൻ്റെ ഓരോ കാര്യങ്ങളെയും സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. പിന്നീട് ഡേറ്റ് ഇട്ട് പ്രാർത്ഥിക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ മാറി. ഡേറ്റ് ഇട്ട് ആദ്യത്തത് സെപ്റ്റംബർ മാസം 19 മകൾ കുടുംബം വീട് വന്ന് പ്രാർത്ഥിച്ചു പോകുമ്പോഴാണ് ആദ്യത്തെ കാര്യങ്ങളൊക്കെ ശരിയായി TRP ശരിയായി കിട്ടുക. 2000 പേരിൽ നിന്ന് 4 പേരെ തിരഞ്ഞെടുക്കുന്ന വിധത്തിൽ ഇൻ്റർവ്യൂവിൽ പാസ്സാകുവാൻ മകൾക്ക് സാധിച്ചു. മകൾ പറയുന്നുണ്ട്, അത് അമ്മ കൊടുത്ത കാശുരൂപവും ഉടമ്പടി ഉപ്പും ഞാൻ കയ്യിൽ ചേർത്ത് പിടിച്ചാണ് പോയത്. അമ്മ മാതാവിൻ്റെ സംരക്ഷണം ഒന്നുകൊണ്ട് മാത്രം ഏറെ ക്ലേശകരമായിരുന്നു ഇൻ്റർവ്യൂ എങ്കിലും ഒന്നും ഉത്തരങ്ങൾ പോലും നന്നായി പറയുവാൻ എനിക്ക് അവസരങ്ങൾ അവിടെ തന്നിരുന്നില്ലെങ്കിൽ കൂടിയും അമ്മ മാതാവ് എല്ലാം അനുകൂലമായി ക്രമീകരിച്ചു. അത്ഭുതകരമായിട്ട് 2000 പേരിൽ നിന്ന് 4 പേരെ എടുക്കുന്ന ആ ഇൻ്റർവ്യൂവിൽ മകളെ സെലക്ട് ചെയ്യുവാനായിട്ട് സഹായിച്ചു. മറ്റൊരു ആഗ്രഹമായിരുന്നു, ഡേറ്റ് ഇട്ട് പ്രാർത്ഥിച്ചത് ജനുവരി 20 മുമ്പായിട്ട് വിദേശത്തേക്ക് പോകുവാനുള്ള കാര്യങ്ങളെല്ലാം ശരിയായി കിട്ടുന്നതിന് വേണ്ടി. അത് ജനുവരി 17 വിസ റെഡിയാവുകയും അടുത്ത ദിവസങ്ങളിൽ വിദേശത്ത് പോകുവാനായിട്ട് മകൾക്ക് എല്ലാ കാര്യങ്ങളും അമ്മ മാതാവ് ക്രമീകരിച്ച് കൊടുക്കുകയും ചെയ്തു. വിളിച്ചാൽ വിളിപ്പുറത്ത് അമ്മ കൂടെയുണ്ടെന്ന് എത്ര വലിയ തടസ്സങ്ങൾ നേരിടുന്നുവെങ്കിലും അത് അമ്മ മാതാവിൽ കൂടുതലായി ആശ്രയിക്കുകയും തീഷ്ണമായി ഉടമ്പടി ജീവിതത്തിലേക്ക് നാം പ്രവേശിക്കുകയും ചെയ്യുമ്പോൾ എല്ലാ തടസ്സങ്ങളും നിസ്സാരമായി മാറ്റിത്തരുന്നുവെന്ന് മകളുടെ വാക്കുകളിലൂടെ സാക്ഷ്യപ്പെടുത്തുകയാണ്. അമ്മയുടെ ഉടമ്പടിയിലാണ് മകൾ ഇത്ര നാളും ജീവിച്ചത്. അമ്മയുടെ ഉടമ്പടിയോട് ചേർന്നാണ് മകൾ പ്രാർത്ഥിച്ചത്. അമ്മയുടെ കാരുണ്യ പ്രവൃത്തികളിലാണ് മകൾ പങ്കുചേർന്നത്. അങ്ങനെ അമ്മയോട് ചേർന്ന് അമ്മയുടെ ഉടമ്പടിയിൽ കാലൂന്നി നിന്നുകൊണ്ട് തൻ്റെ ജീവിതത്തിൻ്റെ നിയോഗങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ പരിശുദ്ധ കൃപാസന മാതാവ് അത് കാണുകയും മകളുടെ പരിശ്രമങ്ങളെയും പ്രാർത്ഥനകളെയും അനുഗ്രഹിക്കുകയും ചെയ്യുന്നതാണ് വാക്കുകളിലൂടെ സാക്ഷ്യപ്പെടുത്തുക. ഈ മകൾക്ക് ലഭിച്ച ഈ അനുഗ്രഹത്തിന് പ്രത്യേകിച്ച് 2000 പേരിൽ നിന്ന് 4 പേരിൽ ഒരാളായി തിരഞ്ഞെടുക്കപ്പെട്ടതിന് അമ്മ മാതാവിനും തിരുക്കുമാരനും നന്ദി പറഞ്ഞുകൊണ്ട് കരങ്ങളടിച്ച് ഈ സാക്ഷ്യം സമർപ്പിക്കാം. അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം. ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ
പ്രേക്ഷിതരാകുക.